ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഹെയർ കെയർ ചാലഞ്ചിൻ്റെ, അതായത് ഹോസ്റ്റലൈസിന് വേണ്ടിയിട്ടുള്ള ആ ഒരു ഹെയർ കെയർ ചാലഞ്ചിൻ്റെ ഡേ 24 ഇന്ന്. അപ്പോൾ ഇന്നത്തെ ഡേ നമുക്ക് ഹെയർ പാക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ തലേദിവസമായിട്ട് നിങ്ങൾ ഓയിൽ ചെയ്തിട്ടുള്ള ആൾക്കാരാണെങ്കിൽ ഈ ഒരു ഹെയർ പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നതിന് മുൻപായിട്ട് മുടിയുടെ ലെങ്തിലേക്കും കൂടി ഓയിലിട്ട് കൊടുത്തിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇനി തലേദിവസമായിട്ട് ഓയിൽ ചെയ്യാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഹെയർ പാക്ക് ഇടുന്നതിൻ്റെ 1 മണിക്കൂർ മുൻപായിട്ട് നിങ്ങൾ മുടിയുടെ ലെങ്തിലേക്കും സ്കാൽപ്പിലേക്കും ഓയിൽ ഇട്ട് കൊടുത്തിട്ട് ഈ ഒരു പാക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പാക്കിലേക്ക് കിടക്കാം. എന്തൊക്കെയാണ് ആവശ്യമായിട്ടുള്ള സാധനങ്ങളെന്ന് പറയുന്നത് 2 ഐറ്റംസ് ആണ് കേട്ടോ വേണ്ടത്. ഇതിൽ ഞാൻ 1 എഗ്ഗാണ് എടുത്തേക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പാക്കിന് പകരമായിട്ട് ഈ ഒരു പാക്ക് ഇപ്പോൾ മുട്ടയൊക്കെ വാങ്ങിയിട്ട് ചെയ്യാൻ പറ്റത്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിന് പകരമായിട്ട് ഞാൻ മുൻപ് നമ്മൾ ചെയ്ത ഒരു ഹെയർ പാക്ക് ഇവിടെ കൊടുത്തേക്കാം കേട്ടോ. അതിൻ്റെ ലിങ്ക് ഞാൻ കൊടുത്തേക്കാം ഡിസ്ക്രിപ്ഷനിൽ. അപ്പോൾ നിങ്ങൾ അതേ പാക്ക് തന്നെ ചെയ്താൽ മതിയാകും. അപ്പോൾ ഇതിലേക്ക് ഞാൻ ആഡ് ചെയ്ത് കൊടുത്തത് 2 സ്പൂൺ കോക്കനട്ട് ഓയിലാണ്. അപ്പോൾ നിങ്ങൾക്ക് കോക്കനട്ട് ഓയിൽ തന്നെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. നിങ്ങൾ ഏത് ഹെയർ ഓയിലാണോ യൂസ് ചെയ്യണ ആ ഒരു ഹെയർ ഓയിൽ ആഡ് ചെയ്ത് കൊടുത്താലും മതിയാകും. ഇനി നിങ്ങളുടെ കയ്യിൽ കോക്കനട്ട് ഓയിൽ ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ എന്നിട്ട് ഇവ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഇതിൽ നമ്മൾ യൂസ് ചെയ്തത് 1 മുട്ടയും അതുപോലെ തന്നെ 2 സ്പൂൺ കോക്കനട്ട് ഓയിലാണ് കേട്ടോ. അപ്പോൾ അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ സ്കാൽപ്പിൽ ഫുള്ളായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിന് മുൻപായിട്ട് ഞാൻ ഇൻവേർഷൻ മെത്തേഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ മുടി ബാക്കിലേക്ക് ഇട്ടിട്ട് ഇനി നന്നായിട്ടൊന്ന് ചീകി കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ അവിടെ കുഞ്ഞിപ്പെണ്ണിനെ നോക്കിയിട്ടാണ് കേട്ടോ ചിരിക്കുന്നത്. ആൾ തന്നെ അവിടെ ഇരുന്ന് നന്നായിട്ട് ഇങ്ങനെ നോക്കി ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് കണ്ടിട്ടാണ് കേട്ടോ ഞാൻ ചിരിക്കണത്. അപ്പോൾ എല്ലാവരും ചലഞ്ച് എടുക്കുന്ന എല്ലാ ആൾക്കാരും ഈ ഒരു ഇൻവേർഷൻ മെത്തേഡ് ചെയ്യുന്നുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങൾ എന്തായാലും മുടങ്ങാണ്ട് ഈ ഒരു കാര്യം ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഹെയർ പാക്ക് ഇടുന്നതിന് മുൻപായിട്ട് വേണമെങ്കിൽ ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ നൈറ്റിൽ കിടക്കുന്നതിന് മുൻപായിട്ട് ചെയ്ത് കൊടുക്കാം, രാവിലെ എണീക്കുന്നതിന് മുൻപായിട്ട് ചെയ്ത് കൊടുക്കാം. എപ്പോഴാണോ നിങ്ങൾക്ക് സമയം കിട്ടുക ആ ഒരു സമയത്ത് ചെയ്ത് കൊടുത്താൽ മതിയാകും. അപ്പോൾ ഞാൻ മുടി ബാക്കിലേക്കും കൂടി നന്നായിട്ടൊന്ന് ചീകി സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി വേണം നമ്മുടെ ഹെയർ പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിന് മുൻപായിട്ട് ഞാൻ മുടിയുടെ ലെങ്തിലേക്ക് ഓയിൽ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. കാരണം ഞാൻ തലേദിവസമായിട്ട് തന്നെ സ്കാൽപ്പിൽ ഓയിൽ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് മുടിയുടെ ലെങ്തിലേക്ക് മാത്രം അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതിയായിരുന്നു. അപ്പോൾ നിങ്ങൾ തലേദിവസമായിട്ട് ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ ഈ ഒരു ഇതിന് മുൻപായിട്ട് 1 മണിക്കൂർ മുൻപായിട്ട് ഓയിൽ ചെയ്യണം കേട്ടോ. അപ്പോൾ എല്ലാ പാക്കുകളും അപ്ലൈ ചെയ്ത് കൊടുക്കണ പോലെ തന്നെ നമ്മൾ ഓരോരോ സെക്ഷൻസായിട്ട് എടുത്തിട്ട് മുടിയുടെ ഓരോരോ വകച്ചിലുകളായിട്ട് എടുത്തിട്ട് നന്നായിട്ട് എല്ലായിടത്തും ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. സാധാ എല്ലാം അപ്ലൈ ചെയ്യുന്ന വീഡിയോസ് ഞാൻ കുറച്ചൊന്ന് സ്പീഡാക്കി കൊടുക്കാറുണ്ട്. പക്ഷേ ഈ ഒരു വീഡിയോയിൽ ഞാൻ സ്പീഡൊന്നും ആക്കിയിട്ടില്ല കേട്ടോ. അപ്പോൾ എഗ്ഗിൽ നിങ്ങൾക്ക് അറിയാമായിരിക്കും, എഗ്ഗ് എന്ന് പറയുന്നത് പ്രോട്ടീനാണ്. അപ്പോൾ നമുക്ക് കഴിക്കുന്നതാണെങ്കിലും അതുപോലെ തന്നെ മുടിയിൽ ഒരു പാക്കാക്കി ഇട്ട് കൊടുക്കുന്നതാണെങ്കിലും സൂപ്പർബാണ്. നമ്മുടെ മുടി വളർച്ചയ്ക്ക് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യാൻ ഈ ഒരു ഒറ്റ ഐറ്റം തന്നെ മതിയാകും. അപ്പോൾ നിങ്ങൾക്ക് മുട്ടയൊക്കെ വാങ്ങിയിട്ട് യൂസ് ചെയ്യാൻ പറ്റുമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഒരു എഗ്ഗ് വാങ്ങിയിട്ട് എന്തായാലും ഈ ഒരു പാക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പം ഇനി വീട്ടിലുള്ള ആൾക്കാർക്കാണെങ്കിലും അതുപോലെ തന്നെ ഹോസ്റ്റലിൽ നിൽക്കുന്ന ആൾക്കാർക്കാണെങ്കിലൊക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് വാങ്ങിയിട്ട് യൂസ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ വാങ്ങിയിട്ട് ഇട്ട് കൊടുക്കുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ എൻ്റെ കഴിഞ്ഞ ആ ഒരു 90 ഡേയ്സ് ഹെയർ കെയർ ചാലഞ്ചിലൊക്കെ ഞാൻ ഈ ഒരു എഗ് പാക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് അത്രത്തോളം റിസൾട്ട് തരുന്ന ഒന്നാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ടിട്ടാണ് ഈ ഒരു എഗ് പാക്ക് വീണ്ടും ഇതിൽ എടുത്തു പറയുന്നത്. അപ്പോൾ ഈ ഒരു പാക്ക് മുടിയുടെ ലെങ്തിലേക്കൊന്നും അപ്ലൈ ചെയ്ത് കൊടുക്കണില്ല, സ്കാൽപ്പിലേക്ക് മാത്രമാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ മുടിയുടെ ലെങ്തിലേക്കും കൂടി അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു പാക്ക് അത്യാവശ്യം നല്ല സ്മെല്ലാണ് കേട്ടോ. അപ്പം മുട്ടയായതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അറിയാമായിരിക്കും അതിൻ്റെ ഒരു സ്മെല്ലും കാര്യങ്ങളുമൊക്കെ. അപ്പം നിങ്ങൾക്ക് ഇതിന് ശേഷം വേണമെങ്കിൽ നിങ്ങൾക്ക് സ്മെല്ലും കാര്യങ്ങളും പറ്റുന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾ പുറത്തെപ്പോഴും പൊയ്ക്കൊണ്ടിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഹെയർ പാക്കിന് ശേഷം ഷാമ്പു യൂസ് ചെയ്യാം. നിങ്ങൾ ഏത് ഷാമ്പു ആണോ യൂസ് ചെയ്യണത് ആ ഒരു ഷാമ്പു ഇട്ടിട്ട് യൂസ് ചെയ്യാം, ആ ഒരു സ്മെല്ലും കാര്യങ്ങളും പോകാൻ വേണ്ടിയിട്ട്.
ഇനി ഷാമ്പു ഇട്ടില്ലെങ്കിലും വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. അതായത് നിങ്ങൾ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ഷാമ്പു യൂസ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. അപ്പം ആഫ്റ്റർ ഹെയർ വാഷ് നിങ്ങളുടെ ചോയ്സാണ് കേട്ടോ, ഇന്നത്തെ ഡേ ഷാമ്പു ഇടണോ വേണ്ടയോ എന്നുള്ളത്. അപ്പം ഞാൻ ഈ ഒരു ഹെയർ പാക്കിന് ശേഷം ഷാമ്പു യൂസ് ചെയ്യാറില്ല. അപ്പം ഞാൻ ഷാമ്പു യൂസ് ചെയ്തിട്ടില്ല കേട്ടോ. അപ്പോൾ എപ്പോഴും ഓരോരോ കുഞ്ഞു കുഞ്ഞു സെക്ഷൻസ് ആക്കി എടുത്തിട്ട് ആ ഒരു സ്കാൽപ്പ് ഫുള്ളായിട്ട് കവറാകുന്ന രീതിക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കണം കേട്ടോ. കൂടാതെ ആ ഒരു ഫ്രണ്ട് ഏരിയയിലേക്ക് നമ്മുടെ ആ ഒരു നെറ്റ് കയറുന്ന ഇടത്തേക്ക് നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കണം. അപ്പോൾ എൻ്റെ ആ ഒരു പോയ സ്ഥലത്തൊക്കെ ആ ഒരു ഫ്രണ്ട് ഏരിയയിൽ നിങ്ങൾക്ക് ഇപ്പോൾ കാണാം, ആ ഒരു ചെറിയൊരു ഏരിയയിൽ എനിക്ക് കുറച്ചധികം മുടി പോയിട്ടുണ്ടായിരുന്നു. അവിടെ കുഞ്ഞു കുഞ്ഞു മുടികളൊക്കെ വന്നിട്ട് കവറപ്പായി വരുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതുപോലെ മുടി പോയിട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ നന്നായിട്ട് ഈ ഒരു നമ്മൾ എടുക്കുന്ന പാക്കും കാര്യങ്ങളൊക്കെ നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഡേയിൽ നമ്മുടെ ഈ ഒരു പാക്ക് ഇട്ട ശേഷം നാളത്തെ ഡേയിൽ നമുക്ക് വേറെ കാര്യങ്ങളൊന്നുമില്ല, ഹെയർ പാക്കും കാര്യങ്ങളൊന്നുമില്ല. ഈ ഒരു പാക്ക് ഇന്ന് അപ്ലൈ ചെയ്ത് കൊടുത്ത് ഹെയർ വാഷ് ചെയ്തതിന് ശേഷം നൈറ്റ് നിങ്ങൾ കിടക്കുന്നതിന് മുൻപായിട്ട് ഓയിൽ ചെയ്യാൻ പറ്റുന്ന ആൾക്കാർക്ക് ഓയിൽ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് എന്താ പറയുക, നാളത്തെ ഡേയിൽ മുടിയുടെ കുളിക്കുന്നതിന് മുൻപായിട്ട് മുടിയുടെ ലെങ്തിലേക്കും കൂടി ഓയിലിട്ട് കൊടുത്തിട്ട് ഹെയർ വാഷ് ചെയ്യാം. വെറുതെ വെള്ളത്തിൽ വാഷ് ഔട്ട് ചെയ്ത് കളഞ്ഞാൽ മതി, ഷാമ്പൂ കാര്യങ്ങളോ ഒന്നും യൂസ് ചെയ്യല്ല. ഇനി ഇന്ന് നൈറ്റ് ഓയിൽ ചെയ്യാൻ പറ്റാത്ത ആൾക്കാരാണെങ്കിൽ നാളത്തെ ഡേയിൽ നിങ്ങൾ എപ്പോഴാണോ കുളിക്കണേ ആ ഒരു കുളിക്കുന്നതിൻ്റെ അരമണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂർ മുൻപായിട്ട് മുടിയുടെ ലെങ്തിലേക്കും സ്കാൽപ്പിലേക്കും ഓയിലിട്ട് കൊടുക്കുക. അതിന് ശേഷം ഹെയർ വാഷ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഈ ഒരു പാക്ക് നിങ്ങൾക്ക് ഒരു അരമണിക്കൂർ ടു 1 മണിക്കൂർ വരെ വെയിറ്റ് ചെയ്യാം. അതായത് നിങ്ങൾക്ക് കൂടിപ്പോയാൽ നിങ്ങൾ 1 മണിക്കൂർ വരെയാണ് കേട്ടോ വെയിറ്റ് ചെയ്യേണ്ടത്. ഒരു അരമണിക്കൂർ വരെ മിനിമം പറയുകയാണ്. അപ്പോൾ 1 മണിക്കൂർ വരെ വെച്ചാൽ കുറച്ചും കൂടി നല്ലതാണ് കേട്ടോ. അപ്പം 1 മണിക്കൂർ വരെ വെച്ചേക്കാം. അതിന് ശേഷം നിങ്ങൾക്ക് ഷാമ്പു യൂസ് ചെയ്യണമെങ്കിൽ ഷാമ്പു യൂസ് ചെയ്യുക, അല്ലാന്നുണ്ടെങ്കിൽ വെറുതെ വെള്ളത്തിൽ ഹെയർ വാഷ് ചെയ്യാം. അപ്പോൾ ഈ ഒരു കാര്യം നമ്മൾ വാഷ് ഔട്ട് ചെയ്ത് കളയുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, അത്യാവശ്യം നന്നായിട്ടൊന്ന് ഉണങ്ങി പിടിക്കുമ്പോഴത്തേക്ക് ഇതൊരു നന്നായിട്ട് ടൈറ്റ് ആകും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഹെയർ വാഷ് ചെയ്യുന്ന സമയത്ത് ആദ്യം കുറച്ച് വെള്ളം സ്കാൽപ്പിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് കുതിരാൻ വിടുക. അതിന് ശേഷം അതൊന്ന് ഇളകി തുടങ്ങുന്ന സമയത്ത് നന്നായിട്ട് വിരലുകൾ കൊണ്ട് എന്താ പറയുക, നന്നായിട്ട് മസാജ് ചെയ്തത് കഴുകി കളയാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. അല്ലെങ്കിൽ പെട്ടെന്ന് ആ ഒരു ഉണങ്ങി പിടിച്ചിരിക്കുന്നതിലേക്ക് പെട്ടെന്ന് വെള്ളം ഒഴിച്ചിട്ട് കഴുകാൻ ശ്രമിക്കുമ്പോഴത്തേക്കും അത് പെട്ടെന്ന് നമ്മുടെ മുടിയൊക്കെ പൊട്ടിപ്പോകാനും കൊഴിയാനും കാരണമാകും. അതുകൊണ്ട് ഇങ്ങനത്തെ പാക്കുകളൊക്കെ ഇടുമ്പോഴത്തേക്കും അത്യാവശ്യം നന്നായിട്ട് കെയർഫുള്ളായിട്ട് വേണം നമ്മൾ മുടി കഴുകിയെടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പം ഞാനിപ്പോൾ ഏകദേശം ഫുള്ളായിട്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. ആ ഒരു ഫ്രണ്ട് ഏരിയയിലേക്ക് നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പം ഈ ഒരു എഗ് പാക്ക് ഇന്ന് ചെയ്യാൻ പറ്റാത്ത ആൾക്കാർക്ക് വേണമെങ്കിൽ നമ്മൾ മുൻപ് ഇട്ടിട്ടുള്ള ഒരു ഹെയർ പാക്ക് ഇന്നത്തെ ഡെയിലി യൂസ് ചെയ്യാം. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പം ഈ ഒരു പാക്ക് ചെയ്യാൻ പറ്റാത്ത ആൾക്കാർക്ക് ആ ഒരു പാക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പം ദേ ഇപ്പോൾ ഫുള്ളായിട്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. മുടിയുടെ ലെങ്തിലേക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ അപ്ലൈ ചെയ്ത് കൊടുക്കണില്ല. ഇനി നമുക്ക് മുടി മൊത്തത്തിൽ മേലെ കെട്ടി വയ്ക്കാം കേട്ടോ.
അത്യാവശ്യം നല്ല ചൂടായതുകൊണ്ട് അതുപോലെ തന്നെ ഇതൊരു ഒലിച്ചിറങ്ങുന്ന കൺസിസ്റ്റൻസി ആയതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇതിങ്ങനെ ഒഴുകി ഇറങ്ങാൻ ചാൻസ് ഉണ്ട്. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ഷവർ ക്യാപ്പോ അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം വേണമെങ്കിൽ ഇതിന് ശേഷം ഫുൾ മുടി മേലെ കെട്ടിവെച്ചതിന് ശേഷം നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ ഡേയിലും നാളത്തെ ഡേയിലും ചെയ്ത് കൊടുക്കേണ്ട കാര്യങ്ങൾ. അപ്പം ഞാൻ ഈ ഒരു പാക്ക് ഒരു മണിക്കൂർ വരെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നിങ്ങൾക്ക് പറ്റുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു മണിക്കൂർ വരെ വെച്ചേക്കുക. അതിന് ശേഷം വാഷ് ഔട്ട് ചെയ്ത് കളയുക. ഇനി പറ്റത്തില്ല എന്നുണ്ടെങ്കിൽ ഒരു അരമണിക്കൂറെങ്കിലും മിനിമം വെച്ചേക്കണം കേട്ടോ. അതിന് ശേഷം വാഷ് ഔട്ട് ചെയ്യുക. അപ്പം ഞാൻ ഈ ടാറ്റ പറയാൻ നിന്നപ്പോഴത്തേക്കും ഒരാൾ വന്നിട്ടുണ്ട്. അങ്ങനെ കുഞ്ഞി പെണ്ണിൻ്റെ ടാറ്റയാണ് കേട്ടോ നിങ്ങൾക്ക് ഇപ്പം കിട്ടിയത്. ടാറ്റ കൊടുക്കോ, ടാറ്റ. ഒരു ഉമ്മ നിങ്ങൾക്ക് തരാൻ പറഞ്ഞപ്പോഴത്തേക്കാണ് എനിക്കാണ് ഇട്ട് തന്നത്. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം കേട്ടോ.